കലോത്സവ നഗരിയിൽ വിദ്യാർത്ഥികൾക്കു മാത്രമല്ല മത്സരച്ചൂട്, മാധ്യമങ്ങളും മത്സരച്ചൂടിലാണ്. കലാകാരന്മാരുടെ പ്രകടനങ്ങൾ കോടിക്കണക്കിന് വരുന്ന പ്രേക്ഷകരിലെത്തിക്കാൻ ദൃശ്യ പത്ര മാധ്യമങ്ങളടക്കം 90ഓളം മാധ്യമങ്ങൾ, 1500ഓളം മാധ്യമപ്രവർത്തകർ. കലോത്സവ നഗരിയിൽ 40 മാധ്യമ സ്റ്റാളുകൾ. വേദിയിലെ മത്സരം കഴിഞ്ഞാൽ മത്സരാർത്ഥികൾ നേരെ ചാനൽ സ്റ്റുഡിയോകൾക്ക് മുന്നിൽ. ഒരു സമാന്തര കലോത്സവം തന്നെ സ്റ്റുഡിയോകൾക്ക് മുന്നിൽ നടക്കുന്നു. മത്സരാർത്ഥികളുടെ പ്രകടനം ടെലിവിഷൻ ചാനലുകളിലൂടെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ആവേശം ഏറെയാണ്. ഇതിപ്പോ ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിൽക്കല്ലേ, അപ്പൊ കുറച്ചും കൂടി ഒരു എനർജി കിട്ടുമല്ലോ. ലോകം മുഴുവൻ കാണാൻ സാധിക്കുന്നു. അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയൊക്കെയാണെങ്കിലും മാധ്യമങ്ങൾക്കുള്ള കുറ്റങ്ങൾക്കും കുറവൊന്നുമില്ല. മീഡിയാസിൻ്റെ സ്റ്റാളിന് മുന്നിൽ ഇതിനെ തടസ്സം ചെയ്യുന്ന രൂപത്തിലുള്ള കൊട്ടും വാദ്യമേളവുമായിട്ട് വരുന്നത്, അത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ജനശ്രദ്ധ അങ്ങോട്ട് തിരിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനമായതുകൊണ്ട് ഇത് വളരെ വിഷമം സൃഷ്ടിക്കേണ്ടതുള്ളതാണ്. കലോത്സവ നഗരിയിലെ ഓരോ മത്സരാർത്ഥിയും രക്ഷിതാക്കളും നാട്ടുകാരും ആവേശത്തിലാണ്. ഒപ്പം ഞങ്ങൾ മാധ്യമപ്രവർത്തകരും. കലോത്സവം കാണാൻ പാലക്കാട്ടെത്താൻ സാധിക്കാതിരുന്ന ഞങ്ങളുടെ പ്രേക്ഷകർക്കായി ഇവിടുത്തെ ഓരോ തുടിപ്പുകളും ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. ക്യാമറമാൻമാരായ മനോജിനും വിപിക്കുമൊപ്പം ഹുസ്ന റമീസ്, ടീം മീഡിയ.